കയറിൽ പിടിമുറുക്കി വലത് കാൽ ഉയർത്തി ഇടതുകാലിലൂന്നി വലത് കാലെടുത്ത് പുറത്തമർത്തി വലത് കാൽ പെരുവിരലിലൂന്നി കശേരുക്കളെ തഴുകിയാവോ. ഇന്ന് ഏത് ഞരമ്പും പിണച്ചോണ്ടാണാവോ നിന്റെ അച്ഛൻ വരുന്നത്. സായിപ്പിനെയും മദാമിയും പിഴിയാൻ കിട്ടുന്നില്ലെന്ന് വെച്ച് തിരുമാരുടെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എണ്ണ പതിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എവിടെ നായരി വൈദ്യരെവിടെ? അച്ഛൻ അവിടെ ഉണ്ട്. സ്വന്തം തടി തന്നെ നിങ്ങൾക്ക് തിരുമ്മി പഠിക്കാൻ തന്ന എനിക്കിത് വരണം. കാലമാടാ. വിശാല അപ്പോഴേ പറഞ്ഞതാ, അവളുടെ കരിനാക്ക് പലിച്ചു. അച്ഛാ മോളെ ഇപ്പുറത്തേക്ക് വാ, ഇവന്മാരെ എന്റെ കഴുത്തോടിച്ചിട്ടിരിക്കുക. വന്നിരിക്കണു. ഓ, ആ എംബോക്കിനെ ഇപ്പൊ തന്നെ കെട്ടിയെടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ, അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിക്കേണ്ടത് കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. ഇയാൾ കുറെ നേരമായല്ലോ കണക്കുണ വക്കീൽ നോട്ടീസ് അയച്ചാ ഞങ്ങൾ പേടിക്കൊന്ന് വിചാരിച്ചാ. അപ്പൊ തനിക്കത് കിട്ടിയില്ലേ? താൻ അനുസരിച്ചില്ലെങ്കിൽ കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കടോ. നേരെ നോക്കി സംസാരിക്കടോ, ഞാനൊന്നും ചെയ്യാൻ പോണില്ല. ആ പേടി എനിക്കില്ലടാ പോലീസുകാരാ. ഇവന്മാരെ എന്നെ ഒന്ന് ചവിട്ടി തിരുമിയതാ, എന്റെ ഞരമ്പ് ഒന്ന് പിഴച്ചു. നല്ല തിരുമുകാരാ. ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. ശരിയായില്ലോ, ശരിയായിന്നേ. എന്ത് സുഖ. ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ. അപ്പൊ പറയേ, എന്തായി തന്റെ തീരുമാനം? എപ്പോഴും സ്റ്റേഷൻ കിട്ടണം കേശവൻ സാറേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി നായരെ. അത്ര തിടുക്കുള്ള കെട്ടോണി പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത്? വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. പോലീസുകാരന്റെ നിഘണ്ടുവിലെ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോ പ്രയോഗിച്ചത്. എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമ്പോൾ ബുഷിന്റെ ഒരു വീട് കത്തിക്കില്ലേ? വൈറ്റ് ഹൗസ് കത്തിയോ? എപ്പോ? ഇന്ന് വെളുപ്പിന് 6:30. അയ്യോ, കത്തിയോ? വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ വാടകയോ തരുന്നില്ല. എന്നെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാന്നുള്ളൊരു ഉറപ്പോ അതുമില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സർക്കാർ കോടികളാ മുടക്കാൻ പോണത്. പിന്നെ ഈ പൊന്നാരിമംഗലത്തേക്ക് സായിപ്പ്മാരും മദാവന്മാരും ഒഴുകല്ലേ. ആ കെട്ടിടം കിട്ടിയിട്ട് എന്റെ തിരുമകേന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അതെ, ഞങ്ങളവിടെ തിരുമലന്റെ ഡെയിലി കള്ളന്മാരെ. നിങ്ങളൊന്ന് നിർത്തിക്കാൻ. ഇതിലും വലിയ പ്രശ്നത്തിൽ ഈ ഗ്രാമം. പട്ടാളം വരണ വിവരം നായർ അറിഞ്ഞു കാണല്ലോ. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ. പട്ടാളോ? അറിഞ്ഞില്ലേ? പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ? വില പോകുന്ന ഉറപ്പാ. അതിനു മുമ്പ് താൻ എന്നെ ഏതെങ്കിലും ഒരു ഓണം കേറാൻ മൂലെ കൊണ്ട് തട്ടടോ. ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാമോഷണോ തേങ്ങാമോഷണോ. പട്ടാളം കൂടി വന്ന അതും നിന്നു പോവും. താൻ പറ, തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചിട്ടുരുട്ടാം. അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം. ഇതിനിടയിൽ സാറിന് ഇവിടുന്ന് തട്ടാനോ? എന്റെ പടച്ചോനെ, അയ്യോ ഒന്ന് നിൽക്കണേ. പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരിമംഗലത്ത് പ്രതിഷേധം ആളി കത്താൻ പോവാ. ആളി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു. എടോ മൊയ്തു പിലാക്കണ്ടി, താൻ പല സമരത്തിന്റെ പിരിവിനോട് വന്നിട്ടില്ലേ? ഞാൻ തന്നിട്ടില്ലേ? എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിൽക്കണം. പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം. ഒന്നില്ലെങ്കിലും നമ്മുടെ രാജ്യം കാക്കണവരല്ലേ അവര്. നായരെ ചതിക്കരുത്. പിരിവ് തന്നില്ലെങ്കിൽ സമരം പൊളിക്കരുത്. നാളെ അങ്ങാടിയിൽ ജനകീയ പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ്. ബഹുമാന്യരെ, ഞാൻ എന്ന വനിത തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പൊന്നാരിമംഗലം പഞ്ചായത്തിൽ സ്ത്രീകൾ ഏറ്റവും ഭയക്കുന്ന വീരന്മാരായ പട്ടാളക്കാർക്ക് ക്യാമ്പിന് സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രിയമുള്ളവരെ, സുലോചന ഇപ്പൊ നിന്റെ ഭാര്യ മാത്രല്ല, പിന്നെ ഈ പഞ്ചായത്തിന്റെയും പാർട്ടിയുടെയും ചെയർപേഴ്സണാ. വീട്ടുകാരെ മാത്രല്ല, ഒരു പൊതുപ്രവർത്തകനുള്ള ഓർമ്മ വേണം. പിന്നെ ഇന്ത്യൻ നീ വൈകിട്ട് വീട്ടിലേക്ക് വാടി. നിനക്ക് സ്വീകരണം അവിടെ തരാം. അയ്യോ, ഈ തർക്കം തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം. പട്ടാളത്തിനെതിരെ പോരിനിറങ്ങിയിരിക്കുന്ന പൊന്നാരിമംഗലം നിവാസികളെ, സബ് ലോഗോं को നമസ്കാർ. പട്ടാളോं को क्या मुश्किल है? നാടും വീടും ഉപേക്ഷിച്ച് രാജ്യം കാക്കാൻ വെയിലത്തും മഴയത്തും തണുപ്പത്തും ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങളെ നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗൾഫ് യുദ്ധത്തിൽ പോലും അമേരിക്കൻ പട്ടാളക്കാർക്ക് ഭാര്യമാരെ വരെ വിമാനത്തിൽ ഇറക്കി കൊടുത്തില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോ when I was in Dehradun.
നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡെറാഡൂൺ എന്ന് പറയരുതെന്ന്. പോരാത്തതിന് പട്ടാളത്തിനൊരു വക്കാലത്ത്. പിന്നെ ഡെറാഡൂൺ അല്ലാതെ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റൂ? ഇയാൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. പട്ടാളം പൊന്നാരി മംഗലം വിട്ടു പോവുക. ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഈ പൊന്നാരിമംഗലത്തെ ഓരോ മണൽ തരി പോലും പട്ടാളപരവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ. എന്നിട്ടും പട്ടാളമുടെ തമ്പടിക്കാൻ മുതിർന്നാൽ നമ്മുടെയൊക്കെ ശവങ്ങളിൽ ചവിട്ടിയിട്ട് വേണം അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ എന്നിതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓരോ പുൽക്കൊടിയിലും ഓലത്തും ആരും ഓടരുത്. ആരും ഓടരുത്. ശാന്തരാവുക. ആരും ഓടരുത്. നടക്കുന്നില്ല സ്കൂട്ടി. ഓടരുത്. 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 फौजी में था क्या? जी साहब. आप करें तो क्या? नीचे उतरो. ഇതാ എത്തിക്കഴിഞ്ഞു നാട്ടുകാരെ. പൊന്നാരിമംഗലത്തെ കാക്കാൻ ജവാന്മാരിങ് എത്തിക്കഴിഞ്ഞു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. അനുമോദിക്കുക, ആശീർവദിക്കുക, പൂച്ചുണ്ടുകൾ അർപ്പിക്കുക. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, പട്ടാളക്കാർക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. എന്താണ് പഹന്മാരെ കാലിന്റെ ശക്തി ഇല്ലേ? ഇമാര് നാല് നടത്താൻ നടത്താൻ മതി നാട് കുട്ടിച്ചോറാവാൻ. അമ്മേ ഭഗവതി.